ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോ വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അശ്വതിനെ കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു ടാസ്ക് മനസ്സിലേക്ക് ഓടിക്കറിയത്. അതായത് പറഞ്ഞല്ലോ ഹാൻഡ് റൈറ്റിംഗ് അനലൈസ് ചെയ്യുന്ന ട്രെയിനർ ആണ്, എക്സ്പേർട്ട് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് ഹാൻഡ് റൈറ്റിംഗ്സ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്തായാലും വരൂ, അശ്വതി വരൂ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് അശ്വതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പുതുമയായിട്ടുള്ള ഒരു കാര്യമാണ്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരണം. ഓക്കെ, കുറച്ച് പേരുടെ ഹാൻഡ് റൈറ്റിംഗ്സ് ആണ് ഈ കാർഡിലുള്ളത്. അപ്പൊ അശ്വതി അത് നോക്കി പഠിച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ വീഡിയോ വാളിൽ കാണിക്കും. വീഡിയോ വാളിൽ നോക്കിയിട്ട് നമുക്ക് ഓരോന്നും എന്താണെന്ന് പറഞ്ഞു തരും. അതിനുശേഷം ഞാൻ പറയാം ആരുടെ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും കരുതിയിരുന്നോ, ഇന്ന് പല കള്ളങ്ങളും പൊളിയാൻ പോവുകയാണ്. ശരി, അപ്പൊ നോക്കിക്കോളൂ, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വായിച്ചോളൂ ആദ്യം. I am really happy to be a part of this universe. Live long, stay positive, thank God. ഇതെല്ലാം കൂളായിട്ട് എടുക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ആളുടെ സ്വഭാവത്തിന്റെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ആൾ നല്ല ബ്രില്യൻ്റ് ആണ്. ബ്രില്യൻ്റ് ആണ്. ഓക്കെ, ആളുടെ പേഴ്സണാലിറ്റിയോ സംതിങ് കൃത്യമായിട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളാണെന്ന് തോന്നുന്നു. ഒരു അടുക്കും ചിട്ടയും ആണോ? അപ്പൊ മതി. ഓക്കെ, ഇത് ആരുടെയാണെന്ന് ശ്വേതാജിക്ക് അറിയാൻ താല്പര്യമില്ല. ഈ ബ്രില്യന്റ് അടുക്കും ചിട്ടയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ആ പേഴ്സണാലിറ്റി ആരാണെന്ന് അറിയണ്ടേ? അങ്ങനെ ആരും ഇല്ലല്ലോ ഇവിടെ. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ദാ പറയുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ശൈത്യ. ഇതൊക്കെ ഉള്ളതാണോ എന്റെ ഷീനേച്ചി? ബ്രില്യന്റ് ആണോ? അടുക്കും ചിട്ടയൊക്കെ ഉണ്ടോ? ബ്രില്യന്റ് അത് കുഴപ്പമില്ല. ബ്രില്യന്റ് അത് കുഴപ്പമില്ല. പക്ഷെ അടുക്കും ചിട്ട, പിന്നെ അടുക്കും ചിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുക്കളയുടെ ഇടയ്ക്ക് വന്നിട്ട് ഒക്കെ ഒന്ന് ഒക്കെ ചെയ്യും. അടുക്കളയുടെ മാത്രം അടുക്കും ചിട്ടയല്ല, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന. ഇപ്പൊ പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവളുടേതായ കാര്യങ്ങൾ അവള് കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണോ? അതെ. അതാണ്. അടുക്കളയുടെ മാത്രമല്ല, മൊത്തത്തിൽ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന അതുണ്ട്. അടുക്കും ചിട്ടയുണ്ട്. അപ്പൊ കറക്റ്റ് ആണ്. സൂപ്പർ. വാ വരെ വാ. ശരി, ഇനി നമുക്ക് ശൈത്യയുടെ കഴിഞ്ഞു. ഇനി അടുത്തത് ആരുടെയാന്ന് നമുക്ക് നോക്കാം. മലയാളമാണ് വന്നിരിക്കുന്നത്. വായിച്ചോ. അമ്മയാണ് എന്റെ ശക്തി. മലയാളം അത്രയ്ക്ക് പറ്റില്ല, എന്നാലും എന്തെങ്കിലും ഷാർപ്പാണെന്ന് തോന്നുന്നു. കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയാൽ അത് സാധിക്കും. ആളുടെ കാര്യത്തിൽ ഭയങ്കര ഓരോ കാര്യം ചെയ്യാനും ഷാർപ്പാണ്. ഓ അങ്ങനെ. ശരി, പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? എൻത്യൂസിയാസ്റ്റിക് ആണ്. ഫോർവേഡ് തിങ്കിങ് ആണ്. എൻത്യൂസിയാസ്റ്റിക് ആണ്. എന്താ ഓക്കെ, മലയാളം ആയതുകൊണ്ട് ഈ 3 എണ്ണം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ കാര്യത്തിലും മിടുക്കിയായിട്ടുള്ള ഒരാള് നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. ആരാ ശ്വേതാജി? ആരാ പറ? എനിക്കറിയാതെ സ്വന്തം ഞാൻ തന്നെ. ഞാൻ പേടിച്ചു. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ഞാൻ വിചാരിച്ചു ഈ കുട്ടി ജീവിതത്തിൽ എല്ലാം വളഞ്ഞ വഴി സ്വീകരിക്കുന്ന ഒരാളാണോ എന്ന് പറയുന്നു ഞാൻ പേടിച്ചു. പക്ഷെ കുഴപ്പമില്ല. എനിക്കങ്ങ് ഇഷ്ടമായി. കുറച്ച് വളഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് വളഞ്ഞാലും എന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നോണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ശരി, അപ്പൊ എന്റെ കാര്യം അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിരുന്നു. വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു. ഞാൻ ഷാർപ്പാണെന്നുള്ള കാര്യത്തിൽ തന്നെ ഞാൻ വീണു. അപ്പോ ഇനി അടുത്തത് ആരുടെ നോക്കാം. Hope I have become 1% of my mother, my അമ്മ. ഒരു ലവ് ആള് ടെൻഷൻ ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു. ടെൻഷൻ ഉള്ള ഒരാളാണ്. പൊതുവേ ഈ അവരവരുടെ കാര്യത്തിൽ ഭയങ്കര ഇതായിട്ടുള്ള ഒരാളായിരിക്കും. സെൽഫിഷ് എന്നാണോ? സെൽഫിഷ് എന്നല്ല, അവര് സെൽഫിഷ് പോലത്തെ ഒരു എന്തൊരു സ്വഭാവം. സ്വന്തം കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ സ്വന്തം കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യാനും ഒക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ആള്, അല്ലെങ്കിൽ അതിൽ കറക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആള്. അതെ, അത് സെൽഫിഷ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഓക്കെ, ഇനി അടുത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കുറച്ച് ടെൻഷനുള്ള ആളാണ്. പിന്നെ സ്വന്തം കാര്യം സിന്ദാബാദ് ഇടയ്ക്ക് ചിന്തിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടി അല്ലേ? നമ്മുടെ ശ്വേതാജിയാണ് ഇത് എഴുതിയത്.
പറയൂ ശ്വേതാജി, എന്താണ് ഇതിലോട് യോജിക്കുന്നുണ്ടോ? ടെൻഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അല്ലേ? ടെൻഷൻ ബേസിക് ലൈഫിൽ ടെൻഷൻ അങ്ങനെ അങ്ങനെ ടെൻഷൻ ഓവർ ടെൻഷൻ ഉള്ള ആളാണ്? അല്ലല്ല അല്ല അല്ല. ഓവർ ടെൻഷൻ ആളല്ല. പിന്നെ ഐ ബിലീവ് ഞാൻ ഭയങ്കര സെൽഫ്ലെസ് ആണ്. അതെ, മനസ്സിലായി. നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായിരിക്കണം. പിന്നെ എന്ത് കാര്യങ്ങളും അത് കറക്റ്റ് കിട്ടണം എന്നുള്ള ഒരാള്. യെസ്. അപ്പൊ ടെൻഷൻ അത്രയൊന്നുമില്ല. ഞാൻ ടെൻഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തുറന്ന് അത് സംസാരിക്കും. മേ ബി ചിലപ്പോ ഇപ്പൊ എഴുതിയ സമയത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു? ഭയങ്കര ഡയറക്ടർ അല്ലേ നമ്മുടെ സതീഷ്, ഭയങ്കര ടെൻഷൻ തന്നു. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ എഴുതിയപ്പോ ശ്വേതാജി ഒന്ന് ടെൻഷൻ അടിച്ചു. അങ്ങനെ എഴുതിയതുകൊണ്ടായിരിക്കും. ശരി, അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത ആരാ നോക്കാം? മലയാളം, അഗൈൻ മലയാളം. പ്രപഞ്ച, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് അല്ലേ ശ്വേതാജി? പ്രപഞ്ച സത്യമാണ് അമ്മ, അമ്മയ്ക്ക് കിട്ടിയ വരദാനമാണ് മകൾ, സൂപ്പർ അമ്മയും മകളും. കൂളായിട്ടുള്ള ഒരാളാണ്. എല്ലാം ആ രീതിയിൽ എന്ത് ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും കൂളായിട്ടിരിക്കും. കൂളായിട്ടുള്ള ഒരാളാണ്. ഫ്രീസറിൽ ആളാണോ? ഫ്രീസ് കൂൾ. പക്ഷെ അതോടൊപ്പം അവരുടെ കാര്യത്തിലും ശ്രദ്ധയുള്ള ആളാണ്. ശ്രദ്ധ മീൻസ് അവർ ചെയ്യുന്ന ജോലി 100% ഇട്ട് ചെയ്യുന്ന ഒരു അതായത് ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത 100% ഇടുന്ന ഒരാളാണ് എന്ത് ജോലി ചെയ്താലും. ഓക്കെ. പിന്നെ സ്വഭാവം വേറെ കള്ളത്തരങ്ങൾ, അതായത് കള്ളത്തരം ഉള്ള ആളാണോ അതെയോ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളാണോ? അങ്ങനെ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇതിന്ന്? കള്ളത്തരം ഉണ്ടെന്ന് തോന്നുന്നില്ല. തോന്നുന്നില്ല. പൈസക്ക് ആക്രാന്തമുള്ള ആളാണ്, അങ്ങനെ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇതിന്ന്? അവരവരുടെ കാര്യത്തിൽ പൈസ വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ സത്യം ഇപ്പൊ ഇത് വിചാരിക്കും ഇതൊരു ആണിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഓൾറെഡി മാരീഡ് ആയ ഒരു ആണാണെന്ന് വിചാരിക്കും. മാരീഡ് ആയ ആണാണോ പെണ്ണാണോ? അത് പറ. മാരീഡ് ആയ ആണായിരിക്കോ പെണ്ണായിരിക്കോ? അത് പറയാൻ പറ്റുമോ? അങ്ങനെ അറിയില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, പെണ്ണാണോ? പെണ്ണാണോ? പെണ്ണ്. ശരി, പെണ്ണ്. സ്ത്രൈന സ്വഭാവമുള്ള ഒരു ശരി. അപ്പൊ ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് എന്താണ് ഇത് എന്നാണ് എനിക്ക് ഇപ്പോഴും അറിയാനുള്ളത്, ആണാണോ പെണ്ണാണോ അല്ലെ സ്ത്രൈന സ്വഭാവമുള്ള ഒരാളാണോ? പെണ്ണാണെന്നാണ് എനിക്ക്. പെണ്ണാണ്. ഫിക്സ്. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം പെണ്ണായ, നമ്മുടെ എല്ലാം ചക്കരയായ സതീഷി, നമ്മുടെ ഷോ ഡയറക്ടർ സതീഷ് ഏട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇത്. പക്ഷെ അതൊരു പെണ്ണാണെന്നാണ് പറഞ്ഞിരിക്കണത്. ഇനി സതീഷേട്ടൻ ഇതൊക്കെ തെളിയിക്കണം, പെണ്ണാണോ എന്നുള്ളതൊക്കെ. ഈ വേദിയിൽ തന്നെ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് എന്റെ ടെൻഷൻ. പക്ഷെ പറഞ്ഞു, അതായത് കൂളാണ്, അത് ഞാൻ വിശ്വസിക്കുന്നു. കൂളായിട്ടുള്ള ഒരാളാണ്. ഇതുവരെ അങ്ങനെ ദേഷ്യപ്പെടാൻ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തായിരുന്നു നേരത്തെ? 100% ആത്മാർത്ഥത. അത് വളരെ ശരിയാണ്. നമ്മുടെ ഈ ഷോയിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ ആണ്. അതിനൊരു വലിയ കൈയ്യടി. പിന്നെ എന്താ പറഞ്ഞാൽ കുറച്ച് പൈസയോട് ആർത്തി ഉണ്ട്. അങ്ങനെയല്ല, അതാണ് ഞാൻ 100% അവരവരുടെ കാര്യം 100% അതാണ് ഉദ്ദേശിച്ചത്. അതെ. പിന്നെ കള്ളത്തരങ്ങളും സ്വഭാവം ഉണ്ട്. കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അശ്വതിയുടെ അടുത്ത് സതീഷേട്ടന് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടുവരും. ഇംഗ്ലീഷിൽ നമ്മൾ സതീഷേട്ടനെ ഇരുന്ന് എഴുതണ്ടേ? A for apple, B for boy. സൂപ്പർ. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ടാസ്ക്? അശ്വതിക്ക് എന്ത് ഫീൽ ചെയ്തു ഈ ഒരു ടാസ്ക് കിട്ടിയപ്പോ? ഈസി ആയിട്ടാണോ അതെയോ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേജില് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടിയപ്പോ അതിൻ്റെതായ ഒരു ടെൻഷൻ. ആദ്യം നോക്കിയപ്പോ ഒരു ഇതാണ്, പിന്നെ ഞാൻ കൂളായി. സോ ഇതും ഒരു കൗൺസിലിംഗ് പാർട്ടാണ്. സോ താങ്ക് യു അശ്വതി. നമ്മൾ വെറുതെ ഇങ്ങനെ ചുറ്റും കളിക്കണ്ടെങ്കിലും ബട്ട് ഐ റിയലി റെസ്പെക്ട് യുവർ പ്രൊഫഷൻ. താങ്ക് യു.